നമസ്കാരം. ആരോഗ്യ മേഖലയിൽ ലോക നിലവാരം പുലർത്തുന്ന കേരളത്തിൽ ചിലയിടത്ത് വീടുകളിലെ പ്രസവം പ്രോത്സാഹിക്കപ്പെടുന്നത് തികച്ചും ആശങ്കാജനകമാണ്. വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും മറവിൽ നടക്കുന്ന ഇത്തരം ക്രൂരതകളുടെ ഇരകളാണ് ഈയിടെ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരിമാർ. ഇത്തരം ദുരനുഭവങ്ങൾ ആവർത്തിക്കുന്നത് നോക്കി നിൽക്കാൻ പരിഷ്കൃത സമൂഹത്തിനാകില്ല. രോഗികളുടെ പരിചരണത്തിനും സഹായത്തിനുമുള്ള ബന്ധുക്കളുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് നിയമനിർമ്മാണം ഉണ്ടാകണം. രോഗികൾക്കും ഗർഭിണികൾക്കും ശിശുക്കൾക്കും നൽകേണ്ട ആരോഗ്യ സേവനങ്ങൾ വീഴ്ച വരുത്തുന്നത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമായി നിർവചിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ തടയുവാനും അതിന് വഴിവെക്കുന്ന അധമ ചിന്തകൾക്കെതിരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും സാധിക്കൂ. ഈ സമയത്ത് ഇത്തരം സംഭവങ്ങളെ വിമർശിക്കുന്ന നിലപാടുമായി ചില ഉസ്താദുമാർ എത്തിയിരിക്കുകയാണ്. ആനയും പൂച്ചയും ആടുമൊക്കെ ആശുപത്രിയിലാണോ പ്രസവിക്കുന്നത്? ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾക്ക് നേരെ ഉസ്താദുമാർ ഉന്നയിക്കുന്ന ചോദ്യമാണിത്. ഇത്ര വലിയ ആന പോലും ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നില്ല. അപ്പോൾ പിന്നെ സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കേണ്ട ആവശ്യം എന്താണെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഗർഭിണികളെ വീട്ടുപ്രസവത്തിന് ഉദ്ബോധിപ്പിക്കുകയാണ് മതപണ്ഡിതന്മാർ. ഇതുപോലെ പ്രോത്സാഹന പ്രഭാഷണങ്ങൾ നടത്തുന്ന ഉസ്താദുമാരുടെയും മൗലവിമാരുടെയും അസംഖ്യം വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. ആശുപത്രി പ്രസവത്തെ എതിർക്കുന്ന ഒരു ഉസ്താദിന്റെ വാക്കുകൾ ഇങ്ങനെ: പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ കുറിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേരുന്ന്, ആട് പെറുന്ന് 2, 3, 4. നായ 3 മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. ജഫറൂലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന്. പുറത്ത് വിട്, ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ. ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂപിക്കാത്ത ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിന് കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ്. എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്. ഒന്ന് ഓർക്കണത് നന്ന്. ഈ കാലം ഏതാ? നുഈബു സമാനനാ വൽഈബു ഫീനാ ഫമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.